ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLന്റെ ചരിത്രത്തിൽ ആദ്യമായിക്കൊണ്ടാണ് ചെന്നൈയിൻ FC-യെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ തട്ടകത്തിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ജീസസ് ആണ് ആദ്യം ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിത്തന്നത്. പിന്നീട് കോറു, പെപ്ര എന്നിവർ ഗോളുകൾ നേടി. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി 2 അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി ചെന്നൈയിലെ സ്റ്റേഡിയത്തിൽ ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തടിച്ചുകൂടിയിരുന്നു. അവർക്ക് സന്തോഷത്തോടു കൂടി സ്റ്റേഡിയം വിടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ പരിശീലകനായ TG പുരുഷോത്തമൻ ഇപ്പോൾ പ്രശംസിച്ചിട്ടുണ്ട്. ക്ലബിന്റെ ഏറ്റവും വലിയ കരുത്ത് അത് ആരാധകരാണ് എന്നാണ് TGP ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആരാധകരോട് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. പുരുഷോത്തമന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ ആരാധകർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ എവിടെയാണെങ്കിലും എപ്പോഴും അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഏത് സാഹചര്യത്തിലും ഞങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് അത് അവരാണ്. എല്ലാ ആരാധകരോടും നന്ദി പറയുന്നു. വളർച്ചയുടെ സമയത്തും തോൽവിയുടെ സമയത്തും സമനിലയുടെ സമയത്തുമൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് നിലകൊള്ളുന്നത്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ കുറിച്ച് ഇപ്പോൾ TGP പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സമീപകാലത്ത് വിജയങ്ങൾ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് മിക്കേൽ സ്റ്റാറെ പോയതിനു ശേഷം ക്ലബിന് വളരെയധികം പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ പ്ലേ ഓഫിന് യോഗ്യത നേടണമെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകൾ ബ്ലാസ്റ്റേഴ്സിന് മറികടക്കേണ്ടതുണ്ട്. ഇനി അവശേഷിക്കുന്ന 5 മത്സരങ്ങളിൽ 4 മത്സരങ്ങളിൽ എങ്കിലും ചുരുങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.